നിന്റെ യുവത്വം നീ എന്തിനു നശിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം. അവിടെ എനിക്കെന്താണ് മറുപടി എന്ന് ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചിന്തി ചോദിക്കണം. അവനവന്റെ സ്വത്ത്, അതിന്റെ വരവിന്റെ കണക്കും ചെലവിന്റെ കണക്കും നമുക്കറിയില്ലേ. നമ്മളൊരു യോഗം ചേരുമ്പോ ആ യോഗത്തിൽ മൊത്തം ഒരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജനറൽ ബോഡിയിൽ വരവ് ചെലവ് കണക്ക് പ്രത്യേകം അവതരിപ്പിക്കണമല്ലോ. ഇതുപോലെ റബ്ബിന്റെ മുമ്പിൽ ആയുസ്സിനെ സംബന്ധിച്ചൊരു ചോദ്യം, പ്രത്യേകം ഒരു ചോദ്യം, മൊത്തത്തിലൊരു ചോദ്യം. യുവത്വത്തെ കുറിച്ച് പ്രത്യേകം ഒരു ചോദ്യം, പ്രത്യേകം മറ്റൊരു റിപ്പോർട്ട് റബ്ബിന്റെ മുമ്പിൽ കാണിക്കണം. അത് വരവ് ചെലവിന്റെ കണക്കാണ്. ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെയാണോ, അല്ലാഹു ഹറാമാക്കിയ മാർഗത്തിലൂടെയാണോ? ഞാൻ ചെലവഴിച്ചത് ഹറാമിനാണോ ഹലാലിനാണോ? അല്ലാഹ് തന്നത് എവിടെയെങ്കിലും ചെലവഴിക്കാനല്ല, എന്തിനു വേണ്ടിയും ചെലവഴിക്കാനല്ല. ഈമാൻ, മനുഷ്യന്റെ ഈമാൻ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലം. ഓ സഹോദരന്മാരെ, കൊടുതിയും തടയലും സ്നേഹവും വെറുപ്പുമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ഉദ്ധരിക്കാം. മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗള ലില്ലാഹി വഅതാ ലില്ലാഹി വബനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ഈ സദസ്സിലുള്ള നിങ്ങളെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം, നിങ്ങൾ എന്നെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം, പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അതാണ് ഈമാനിന്റെ ലക്ഷണം. മൻ അഹബ്ബ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഒരാൾ സ്നേഹിച്ചു, വഅബ്ഗള ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. അയാളൊരു മുഅ്മിനായത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം സുബ്ഹിന്റെ ജമാഅത്തിന് വരുന്നത് കൊണ്ട് സ്നേഹിച്ചു, സുന്നത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം താടി വളർത്തുന്നത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം തലമറച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനായത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം അമ്പിയാക്കളെ ഔലിയാക്കളെ മദ്ഹ് പറയുന്നവനായത് കൊണ്ട് സ്നേഹിച്ചു, അവൻ ബാപ്പനെയും ഉമ്മനെയും അനുസരിക്കുന്ന മകനായത് കൊണ്ട് സ്നേഹിച്ചു, അവൻ നന്നായി ദീനിനു വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തകനായത് കൊണ്ട് സ്നേഹിച്ചു. അങ്ങനെ സ്നേഹം അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. വഅബ്ഗള ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. അല്ലാഹുവിന് വേണ്ടി വെറുക്കണം. അവൻ അല്ലാഹുവിന്റെ ദീനുമായി ഒരു ബന്ധവുമില്ലാതെ തെമ്മാടിയായി നടക്കുന്നു, അല്ലെങ്കിൽ അവിശ്വാസിയായി നടക്കുന്നു. അവൻ അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നു, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നു. നബി തങ്ങൾ അതാ നമ്മളെ പോലൊരു മനുഷ്യനാണെന്ന് പറയുന്നു. പടച്ചവന് കയ്യും കാലും തണ്ടയും തണ്ടങ്കാലും ശരീരവും ഉണ്ടെന്ന് വാദിക്കുന്നു. പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു, കയറുന്നു, ഇറങ്ങുന്നു എന്ന് വാദിക്കുന്നു. വഹീദീൻ ശൈഖ് കാഫറാണെന്ന് പറയുന്നു. അമ്പിയാക്കൾ നമ്മളെ പോലത്തെ മനുഷ്യരാണെന്ന് വാദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ ദീനിലുള്ള നിസ്കാരത്തിന്റെ റകഅത്ത് വെട്ടിച്ചുരുക്കുന്നു, ഖുത്ബയുടെ ഭാഷ മാറ്റിമറിക്കുന്നു. അവൻ അതാ ദീനിൽ ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ വെറുക്കുന്നു. മൻ അഹബ്ബ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. അദ്ദേഹം വഅതാ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. ആരും പറയാനല്ല, പത്രത്തിൽ പേര് വരാനല്ല, വാങ്ങിയ വ്യക്തി നമ്മളെ ബഹുമാനിക്കാനല്ല, നമ്മളെ പേരെവിടെയെങ്കിലും വിളിച്ചു പറയാനല്ല, അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. വമനഅ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി തടഞ്ഞു. അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഞാൻ അതിനൊരു നയാകാശം കൊടുക്കൂല, ഒരു നയാകാശം ഞാൻ ചെലവഴിക്കൂല. അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഞാൻ അതിനില്ല. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി കൊടുത്തു, അല്ലാഹുവിന് വേണ്ടി അതാ തടഞ്ഞു. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനിനെ പൂർത്തീകരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു,
അപ്പൊ നമ്മുടേതെല്ലാം റബ്ബിന് വേണ്ടിയാകണം. ആ റബ്ബിന്റെ മുമ്പിൽ വരവ് ചെലവ് കണക്ക് ബോധിപ്പിക്കാതെ ഒരു മനുഷ്യന്റെയും കാല് നീക്കി വെക്കുക സാധ്യമല്ല. സാമ്പത്തിക രംഗം വളരെ ക്ലിയർ ആകണം. കേട്ടിട്ടില്ലേ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമയായ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ദീനീ പ്രവർത്തനത്തിന് പോയതാണ്. ഒട്ടകപ്പുറത്ത് നിന്ന് ചരക്കിറക്കുകയാണ്. ആ സമയത്ത് വീണിട്ട് അവിടുന്ന് അങ്ങ് മരണപ്പെട്ടുപോയി. ദീനിന്റെ ശത്രുക്കളെ നേരിടാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സമരത്തിന് പോയതാണ്, യുദ്ധത്തിന് പോയതാണ്. അവിടെ റസൂലുള്ളാഹിന്റെ കെട്ടിറക്കുമ്പോൾ വാഹനപ്പുറത്ത് നിന്ന് വീണിട്ട് മരണപ്പെട്ടുപോയി. എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ച് പറയുന്നു, രക്ഷപ്പെട്ട മനുഷ്യനെന്ന് ഓരോരുത്തരും പറയുകയാണ്. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അങ്ങനെ നിങ്ങൾ ആരും അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറയണ്ട, മിദ്അമിനെ കുറിച്ച് അങ്ങനെ പറയണ്ട. ഇന്ന ശംലത്തല്ലതി അഖദഹാ യൗമ ഖൈബർ തസ്തൈലു അലൈഹി നാറാ. ഖൈബർ യുദ്ധം നടന്നിട്ട് അവിടെ ഇന്ന് പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ പൊതുസ്വത്തിൽ നിന്ന് അദ്ദേഹം അനധികൃതമായി കൈവശപ്പെടുത്തിയ ഒരു സാലില്ലയോ, അതാ ഖൈബർ യുദ്ധത്തിൽ പൊതുസ്വത്തിൽപ്പെട്ട ഒരു സാല് അദ്ദേഹം അനധികൃതമായി സ്വന്തം കൈവശപ്പെടുത്തിയില്ലേ? സംഘടനയുടെ കാശ് ചെലവഴിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴും അവനവന്റെ കീശയിലാകുന്നത് ഭയപ്പെടാതെ നീങ്ങുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും നടത്തുമ്പോ ഹഖും ബാത്തിലും നോക്കാതെ നീങ്ങുന്നവരില്ലേ? യതീം ഖാന എന്ന് പേരും വെച്ചിട്ട് യതീമല്ലാത്ത മക്കളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് യതീമിന്റെ പേരിൽ പണം പിരിച്ചിട്ട് നന്നായി കുന്നുകൂടാൻ മാത്രം ഫണ്ടുണ്ടാക്കുന്ന യതീം ഖാന കമ്മിറ്റിക്കാരില്ലേ? യതീമിന്റെ പേരിൽ പണം പിരിച്ചിട്ട് യതീമല്ലാത്തവരെ കൊണ്ട് തിന്നിക്കുന്നവരും തിന്നുന്നവരുമില്ലേ? ഹക്കും ബാത്തിലും ചിന്തിക്കാതെ ജീവിക്കുന്നവരില്ലേ? ഈ താഴ്ന്ന ദുനിയാവ് കാണുമ്പോ എല്ലാം മറന്നു പോകുന്നവരില്ലേ? ഓ മനുഷ്യ, നിനക്കൊരൽപ്പം ചിന്തിച്ചുകൂടെ? പണമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടോ? അധികാരമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടോ? ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് വലിയ എസ്റ്റേറ്റുകളുണ്ട്, ഒരുപാട് വലിയ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ സമാധാനം അദ്ദേഹത്തിന്റെ മനസ്സിന് അല്ലാഹ് തീരെ കൊടുത്തിട്ടില്ല. ടെൻഷൻ തന്നെ. നമ്മൾ കാണുന്നില്ലേ വലിയ വലിയ ചില പണക്കാര്, സുബ്ഹാനല്ലാഹ്, ഭാര്യയുമായി പിണക്കത്തിലാണ്. വേറെ ചില ആളുകൾ മക്കളെ കൂട്ടത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു മകനാണ്. വേറൊന്ന് സുബ്ഹാനല്ലാഹ്, മക്കളെ കൂട്ടത്തിൽ ഒന്ന് തീരെ മന്ദബുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ പരീക്ഷണങ്ങൾ അല്ലാഹ് കൊടുത്താൽ, അല്ലാഹ് കാക്കട്ടെ, വല്ല പരീക്ഷണവും റബ്ബങ്ങ് കൊടുത്താൽ മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാൻ വല്ലതും വേണ്ടതുണ്ടോ സഹോദരന്മാരെ? ഇനി വലിയ പണക്കാരനായിട്ട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്ന ഒരു ഇറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ കിടക്കുന്ന പണക്കാരില്ലേ? പലപ്പോഴും വലിയ ഭരണാധികാരിയായിട്ട് ഓരോ സെക്കൻഡിലും എന്റെ തലയിൽ ബോംബ് വന്ന് വീഴുമോ, തീവ്രവാദി ആക്രമിക്കുമോ എന്ന പേടിയും കൊണ്ട് വിറച്ചുകൊണ്ട് ഉറക്കം വരാത്ത ഭരണാധികാരികളില്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കയ്യും പിടിച്ച് പറഞ്ഞ വാചകത്തിൽ രണ്ടാമത്തേത്, വറള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അല്ലാഹ് നിനക്ക് സംശയിച്ചു തന്നതിൽ നീ തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചോ. അമിതമായി സമ്പാദ്യത്തിന്റെ മോഹം വേണ്ട, കിട്ടിയത് വളരെ വലുതാണെന്ന് നീ അങ്ങ് ചിന്തിച്ചോ. ഇത്രയൊന്നും കിട്ടാത്ത ധാരാളം ആളുകളില്ലേ? എനിക്ക് അല്ലാഹു തആല ഇത്രയും തന്നിട്ടില്ലേ? ഇതും ഇല്ലാത്ത ധാരാളം ആളുകളില്ലേ? സുബ്ഹാനല്ലാഹ്, ഓരോ സെക്കൻഡിലും വേദന കടിച്ചിറക്കുന്നവരില്ലേ? ഓരോ സെക്കൻഡിലും മരിച്ചു കിട്ടിയാൽ തരക്കേടില്ലെന്ന് ആലോചിക്കുന്നവരില്ലേ? കിടപ്പറയില്ലാത്തവരില്ലേ? റോട്ടിൽ വെച്ച് ജീവിതം നയിക്കുന്നവരില്ലേ? മാനസിക രോഗിയായി റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് പാതിരക്ക് നടക്കുന്നവരില്ലേ? അല്ലാഹ് എനിക്ക് തന്നതൊക്കെ വലിയ നിഅമത്തല്ലേ? വറള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് സംശയിച്ചു എന്നതിൽ നീ തൃപ്തിപ്പെട്ടോ. തകുൻ അഗ്നന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനാകാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് പറഞ്ഞില്ലേ സഹോദരന്മാരെ? എന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ച് പിന്നീട് പറഞ്ഞ കാര്യം
എന്താണ് മറ്റൊരു കാര്യം പറഞ്ഞത്? വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. എന്റെ ഉമ്മമാര് പ്രത്യേകം